How can we use budding in a sentence? പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബഡ്ഡിംഗ് എന്ന അഡ്ജക്റ്റീവ് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. വളരുന്ന, അതുപോലെ തന്നെ വളരുന്നതായ, വികാസം പ്രാപിക്കുക എന്നിങ്ങനെയുള്ള അർത്ഥത്തിലാണ് ഒരു അഡ്ജക്റ്റീവ് എന്ന നിലയിൽ ബഡ്ഡിംഗ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത്. ഡെയിലി ലൈഫിൽ നമ്മൾ ബഡ്ഡിംഗ് ഉപയോഗിച്ചുകൊണ്ട് നിരവധി സെൻറ്റൻസുകൾ പറയാറുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് സ്ട്രക്ചറാണ് നമ്മൾ ഇതിൽ ഫോളോ ചെയ്യുന്നത്. അതായത് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഹി, ഷീ, ഇറ്റ് എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റുകളും ഐ, യു, ദേവി എന്ന് പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റുകളും, അതിനുശേഷം വരുന്നത് ഈസ്, ആം, ആർ എന്ന പ്രസൻറ്റ് ടെൻസിലുള്ള ഹെൽപ്പിംഗ് വെർബുകളും, അതുപോലെ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ വാസ്, വേർ, ഫ്യൂച്ചറിലാണെങ്കിൽ വില്ല്, അതിനുശേഷം ഉപയോഗിക്കുന്നത് ബഡ്ഡിംഗ് എന്ന അഡ്ജക്റ്റീവും, അതിനുശേഷം എപ്പോഴും വരേണ്ടത് ഒരു നൗൺ ആയിരിക്കണം എന്നത് മാത്രമാണ് ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അവൾ വളർന്നു വരുന്ന ഒരു കലാകാരിയാണ്, അതുപോലെ തന്നെ അദ്ദേഹം വളർന്നു വരുന്ന ഒരു നേതാവാണ് എന്നൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ മിക്കപ്പോഴും പറയാറുണ്ട്. അത്തരത്തിലുള്ള സെൻറ്റൻസുകൾ ബഡ്ഡിംഗ് എന്ന അഡ്ജക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് ഈ സെൻറ്റൻസ് സ്ട്രക്ചറിലൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയുവാൻ കഴിയും. അദ്ദേഹം വളർന്നു വരുന്ന ഒരു നേതാവാണ്. ഹീ ഈസ് എ ബഡ്ഡിംഗ് ലീഡർ. അദ്ദേഹം വളർന്നു വരുന്ന ഒരു നേതാവാണ്. ഹീ ഈസ് എ ബഡ്ഡിംഗ് ലീഡർ. അവൾ വളർന്നു വരുന്ന ഒരു കലാകാരിയാണ്. എങ്ങനെയാണ് പറയുക? ഷീ ഈസ് എ ബഡ്ഡിംഗ് ആർട്ടിസ്റ്റ്. അതുപോലെ തന്നെ അദ്ദേഹം വളർന്നു വരുന്ന ഒരു ബിസിനസ്മാൻ ആയിരുന്നു. പാസ്റ്റിലെ കാര്യമാണ്. ഹി വാസ് എ ബഡ്ഡിംഗ് ബിസിനസ്മാൻ. ഇനി നമ്മളിങ്ങനെ പറയാറില്ലേ, ഒരുപക്ഷെ അവൾ വളർന്നു വരുന്ന ഒരു കലാകാരിയാണ്, ഭാവിയിലെ ഒരു നോവലിസ്റ്റാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. എങ്ങനെയാണിത് പറയുക? പെർഹാപ്സ് ഷീ ഈസ് എ ബഡ്ഡിംഗ് ആർട്ടിസ്റ്റ്, എ ഫ്യൂച്ചർ നോവലിസ്റ്റ്. അല്ലെ, നാളെ ചിലപ്പോൾ അവർ വളർന്നു വരുന്ന ശാസ്ത്രജ്ഞന്മാരായി മാറും, അല്ലെങ്കിൽ സംഗീതജ്ഞന്മാരായി മാറും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ടുമാറോ മേ ബി ദേ വിൽ ബിക്കം ബഡ്ഡിംഗ് സയൻറ്റിസ്റ്റ്. അതുപോലെ തന്നെ ടുമാറോ സംടൈംസ് ദേ വിൽ ബിക്കം ബഡ്ഡിംഗ് മ്യൂസീഷ്യൻസ് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. ഇത്തരത്തിൽ നമ്മൾ മിക്കപ്പോഴും പറയാറുണ്ട്, വളർന്നു വരുന്ന ഒരു കലാകാരനായിരുന്നു അദ്ദേഹം, പക്ഷേ അകാലത്തിൽ പൊലിഞ്ഞുപോയി. ഇത്തരത്തിൽ നമ്മൾ ഡെയിലി ലൈഫിൽ മിക്കപ്പോഴും പറയാറുള്ള ഒരു വാചകമാണത്. എങ്ങനെയാണിത് പറയുക? ഹി വാസ് എ ബഡ്ഡിംഗ് ആർട്ടിസ്റ്റ് ബട്ട് പാസ്ഡ് അവേ പ്രീമച്വർലി. ഇനി നമ്മൾ മിക്കപ്പോഴും പറയാറുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹം വളർന്നു വരുന്ന ഒരു പ്രതിഭയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതായത് വൈൽ സ്റ്റിൽ അറ്റ് സ്കൂൾ ഹി വാസ് ക്ലിയർലി എ ബഡ്ഡിംഗ് ജീനിയസ്. അപ്പോൾ ഇത്തരത്തിലാണ് ബഡ്ഡിംഗ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത്. പുതിയ സെൻറ്റൻസുകൾ കണ്ടെത്തുക, അത് സംഭാഷണങ്ങളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.